പണ്ടൊക്കെ ബേക്കറികളിൽ കിട്ടിക്കൊണ്ടിരുന്ന മൈസൂർ പാക്ക് ഉണ്ടല്ലോ, അതാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന 200 ഗ്രാം കടലമാവാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദമാവും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു 1/4 ലിറ്റർ സൺഫ്ലവർ ഓയിലും 150 ml ഗീയും കൂടി ചേർത്ത് ചൂടാക്കാനായിട്ട് വെക്കാം. നല്ലപോലെ ചൂടായി വരുമ്പോൾ ഫ്ലെയിം ലോ ആക്കി വെക്കണം, ഓഫ് ചെയ്യരുത് കേട്ടോ. എപ്പോഴും ആ ഒരു ചൂട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് നമുക്ക് 3/4 കിലോ ഷുഗർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 150 ml വെള്ളം ചേർത്ത് ഒരു സ്ട്രിങ് പരുവമാകുന്നവരെ തിളപ്പിക്കുക. നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും ഫ്ലെയിം ലോ ആക്കിയതിനു ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കടലമാവിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി ആ ഒരു കട്ടയൊന്നും കെട്ടാതെ സൂക്ഷിക്കണം കേട്ടോ. ഇതൊന്ന് കുറുകി വരുമ്പോഴത്തേ ഫ്ലെയിം ലോ ആക്കി വെച്ചതിന് ശേഷം നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന ഓയിൽ കുറേശ്ശെയായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലപോലെ പതഞ്ഞ് വരും. എന്നിട്ട് ആ പതയെന്ന് അടങ്ങിയതിന് ശേഷം കുറുകി വരും കേട്ടോ. ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഇതിനിടയിൽ നമുക്ക് കുറച്ച് മഞ്ഞ കളർ ചേർത്ത് കൊടുക്കാം, ഓപ്ഷനിലാണ്. പിന്നെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ട്രിപ്പ് നമ്മൾ ഓയിൽ ഒഴിക്കുമ്പോഴത്തേക്കും ഇതുപോലെ പതഞ്ഞ് വരും. പക്ഷെ പത അടങ്ങിയിട്ടില്ലെങ്കിൽ പാകമായി എന്നാണ്. അപ്പോഴേക്കും നമ്മുടെ ആ ഓയിൽ തീരാറായിട്ടുണ്ടായിരിക്കും കേട്ടോ. ലാസ്റ്റ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ പത അടങ്ങിയിട്ടുണ്ടായിരിക്കില്ല, അതിൽ നിറച്ച് ഹോൾസ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും. ഈ സമയത്ത് നമ്മൾ ഒരു ബട്ടർ പേപ്പർ ഇട്ട പാത്രത്തിലേക്ക് ഇത് പെട്ടെന്ന് തന്നെ മാറ്റണം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത്, ഇല്ലെങ്കിൽ കരിഞ്ഞു പിടിച്ചു പോകും. അതുകൊണ്ടാണ്. എന്നിട്ട് നമുക്കത് ഒന്ന് സെറ്റ് ആക്കുന്നതിന് വേണ്ടി ഒരു സ്പൂൺ കൊണ്ട് അമർത്തി കൊടുക്കാം, ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് കൊണ്ട് അമർത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ സെറ്റായിട്ട് വരും. ആ സമയത്ത് തന്നെ നമ്മൾ ഇതിന് വരയിടണം, ഇല്ലെങ്കിൽ കട്ടി പിടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരയാനായിട്ട് ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ്. ഇനി ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഇതുപോലെ പൊട്ടിച്ചെടുത്ത് നമുക്ക് ടിന്നിൽ അടച്ചു വെച്ച് സൂക്ഷിക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഇതിലധികം ഗീയൊന്നും ചേർക്കാറില്ല, എണ്ണയിലാണ് കൂടുതൽ പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ.